അപ്പോൾ ഗായ്സ് ഇപ്പോൾ ഉച്ചയായി. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. എനിക്ക് വിശന്നിരിക്കുകയായിരുന്നു കേട്ടോ ഗായ്സ്. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിൻ്റെ പേര് കൗസ്തുഭം എന്നാണെന്ന്. ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു. ഞാൻ കാണിച്ചു തരാവേ ഗായ്സ് നിങ്ങൾക്ക് കൗസ്തുഭം എന്ന് എഴുതിയേക്കുന്ന. അപ്പോൾ ഗായ്സ് ഇതാണ് കേട്ടോ കൗസ്തുഭം എന്ന് എഴുതിയേക്കുന്ന. ഞാനിനി ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ നമ്മളിത് ഈ സൈഡിൽ ഒരു ടി വി, ആ സൈഡിൽ ഒരു ടി വി ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് കേട്ടോ വീണ വായിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക്കിൽ. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് കേട്ടോ ഗായ്സ് ചെയ്യുന്നത്. ഇവിടെ 3 വലിയ ജിമിക്കി കമ്മലും അപ്പുറത്ത് 3 വലിയ ജിമിക്കി കമ്മലും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ റോസാപ്പൂ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഗായ്സ്. ഇവിടെ ഇന്ന് ഇവർ രണ്ടുപേരുടെയും കല്യാണമാണെങ്കിലും ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്ക് ഇതുപോലെ അവിടേക്കുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ താമരയാണ് സ്പെഷ്യൽ കാര്യം. അപ്പോൾ ഇവർ നിൽക്കുന്നതിൻ്റെ പുറകിലൊരു താമരയുണ്ട്. ഇവർ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ കുറേ താമരേൻ്റെ മുട്ടൊക്കെ മുകളിൽ തൂക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ. ഇതാണ് മണ്ഡപം. ഇതെൻ്റെ അമ്മാവൻ്റെ കല്യാണമാണ്. ആ ഇരിക്കുന്നത് എൻ്റെ അമ്മാവൻ. പിന്നെ ഇതെൻ്റെ അമ്മായി. എൻ്റെ അമ്മാവൻ്റെ പേരാണ് നിതിൻ. എൻ്റെ അമ്മായിയുടെ പേരാണ് കാവ്യ. നമിതാണ് കണ്ണെഴുതി. ഒന്ന് കണ്ണെഴുതിക്കാളെ കണ്ണൂട്ടല്ലേ കണ്ണി കുത്തുന്ന സമയം അവർക്ക് കാണിച്ചാൽ പാല് പഴം കുടിച്ചിട്ടാ വന്നത്. മുന്തിരി ജ്യൂസ് കൊടുക്കുന്ന ചടങ്ങാണ്. നീ കൊടുക്കണോ? വേണ്ടതാ ഇനി ആർക്കെങ്കിലും ചുവന്ന പാൽ കൊടുക്കണം. പോരെ ഒരെണ്ണം അവനവൻ കൊടുത്താൽ എന്നെ കൂട്ടാ. അമ്മ കഴിച്ചോ? നിങ്ങൾ വരാൻ നോക്കിയിരിക്കേ. അതേ കളിക്കും. Ini software
കയറിക്കോ. കൈ വിടാൻ പറ്റില്ല. ബേബി മാസുണ്ട്. സിനിമ എല്ലാരും നോക്കി കളിക്കുന്നു.